പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ നിന്നും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ പ്രത്യേകിച്ചും പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ഓടിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൻ്റെ പാർട്ട് 1 നമുക്ക് പഴയ നിയമ പുസ്തകത്തിലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ, ഈ പുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇതിലെ ഓരോ പുസ്തകങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഇതോടൊപ്പം വായിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പുറപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സമാഗമന കൂടാരം എന്നുള്ളത്. ഇത് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. കൂടാതെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന പെസഹ കുഞ്ഞാട്, പിളർക്കപ്പെട്ട പാറ, ആകാശത്തു നിന്ന് വർഷിപ്പിച്ച മന്ന, ഇതെല്ലാം യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. അഹരോനും മോശയും യേശുവിൻ്റെ പ്രതീകങ്ങളായിരുന്നു. സമാഗമന കൂടാരത്തെപ്പറ്റി നമുക്ക് വിശദമായിട്ടറിയുവാൻ പുറപ്പാട് പുസ്തകം 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കണം. ഇങ്ങനെ ഒരു കൂടാരം ഉണ്ടാക്കാൻ ദൈവത്തെ പ്രചോദിപ്പിച്ച പ്രധാന ഘടകം എന്തായിരുന്നു? ദൈവം വരെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മിസ്രൈമിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിച്ചു. നമുക്കറിയാം, ചെങ്കടൽ കടന്നു, മരുഭൂമിയിലെത്തി. അവിടെ ചില പരീക്ഷകൾ ദൈവം അനുവദിച്ചതാണ്. പരീക്ഷകൾ, അത് വെള്ളമില്ലാത്ത ഒരവസ്ഥ, വെള്ളം ഉണ്ടായിരുന്നപ്പോൾ അതിന് കയ്പിൻ്റെ അനുഭവം, ഇതൊക്കെയും ഇവരെ ഇത്ര അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ ഇവർക്കിപ്പോൾ ആശ്രയമുണ്ടോ, വിശ്വാസമുണ്ടോ എന്നൊന്ന് പരീക്ഷിക്കാനായിരുന്നു ദൈവം അത് ചെയ്തത്. അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാനായിരുന്നു. മാറായിലും ത്രിഫിദീമിലും ഏലീമിലും ഉള്ള സംഭവങ്ങൾ ഓർക്കുമ്പോൾ, അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരിപ്പോഴും ആരാധിക്കുന്നത് സത്യദൈവത്തെ അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. അവർ പുറപ്പെട്ടതിന് ശേഷം 3 മാസമായി. ആ കാര്യമാണ് 19-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശെ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. ഇതാണ് സീനായി മരുഭൂമിയിൽ എത്തിയപ്പോൾ അവർക്ക് 3 മാസം സമയമായി. അവിടെ അവരുടെ ഹൃദയം ദൈവത്തിങ്കിൽ ഏകാഗ്രമായിരിക്കുന്നില്ല. ദൈവത്തെ കാണണമെന്ന് അവരാവശ്യപ്പെടുന്നില്ല. ഇവരുടെ ശ്രദ്ധ ദൈവത്തിങ്കിലേക്ക് ഉയരുന്നതേ ഇല്ല. അവരിപ്പോഴും ആരാധിക്കുന്നത് ഈ സത്യദൈവത്തെ അല്ല. ഇവരെ കൊണ്ടുവന്നത് ദൈവത്തെ ആരാധിക്കാനാണല്ലോ അവിടുന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. അവർ ചോദിക്കുന്നത് ഇറച്ചി എവിടെ, വെള്ളം എവിടെ എന്ന് ഭൗതിക വസ്തുക്കളെക്കുറിച്ച് വളരെ താല്പര്യമായിട്ട് അന്വേഷിക്കുന്നു. എന്നാൽ ഈ ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തോടൊന്ന് ചോദിക്കുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തെ ആരാധിപ്പാൻ, തന്നെത്താനൊന്ന് സമർപ്പിക്കുവാൻ താല്പര്യമില്ലാത്ത ദുശ്ശാഠ്യമുള്ള ജനം. ദൈവം തീരുമാനിച്ചു, ഇവർക്ക് ഇത്രയും നാൾ ഞാൻ നേതാക്കന്മാരെ കൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത്ഭുതങ്ങളൊക്കെ നടത്തി. ഇനി ഞാൻ ഇവർക്ക് എഴുതപ്പെട്ട പ്രമാണങ്ങൾ കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. മോശെ ദൈവത്തിൻ്റെ സന്നിധി സീനായി മലയിൽ കയറി പോകുമ്പോഴാണല്ലോ ന്യായപ്രമാണം ദൈവം മോശയുടെ കൈവശം ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് എഴുതപ്പെട്ട പ്രമാണം കൊടുക്കുന്നത്. ഇപ്പം ന്യായപ്രമാണം മോശമല്ല. ന്യായപ്രമാണം നല്ലതും വിശുദ്ധവും തന്നെയാണ്. ദൈവവചനം അങ്ങനെ പറയുന്നു. ന്യായപ്രമാണം എന്തിനാണ് താത്തത്? ന്യായപ്രമാണം എന്തിനെന്ന് ഗലാത്യർ 3-19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗലാത്യർ 3-19 മുതൽ 21 വരെ. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടിയിരിക്കില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല.
ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായ നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞു. അപ്പോൾ ന്യായപ്രമാണം നല്ലത് തന്നെയാണ്. എന്നാൽ ന്യായപ്രമാണം നൽകിയത് അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ടായിരുന്നു. ന്യായപ്രമാണത്തിനകത്ത് ദൈവം എല്ലാ നിയമങ്ങളും കൊടുത്തു. മോറൽ ലോസ്, സെർമോണിയൽ ലോസ്, സിവിൽ ലോ, ഇതെല്ലാം ജനത്തിന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സകല നിയമങ്ങളും ദൈവം കൊടുത്തു. എന്നാൽ ഇന്ന് ആ ന്യായപ്രമാണം ഒരു ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം, അതല്ല, അതിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല. ഇതെല്ലാം വരുവാനുള്ളതിൻ്റെ നിഴലായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ അർത്ഥം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. മോശയ്ക്ക് ദൈവം ഏൽപ്പിച്ച ഈ നിയമങ്ങളാണ് പിൽക്കാലത്ത് എല്ലാ രാജ്യങ്ങളും, ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും തന്നെ അവരുടെ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയത്. അതിൽ സ്വല്പം മാറ്റങ്ങളൊക്കെ എല്ലാവരും വരുത്തിയിട്ടുണ്ട്. എങ്കിലും അതാണ് അതിൻ്റെ ശരിക്കും അടിസ്ഥാന നിയമങ്ങൾ. അതാണ് ന്യായപ്രമാണം നല്ലതെന്ന് റോമർ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. 7:12 നമ്മൾ കാണുന്നു. വീണ്ടും ആവർത്തനം 4:8-9 വാക്യങ്ങൾ വായിക്കാം. ആവർത്തനം 4:8-9. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിക്കുവാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. അപ്പോൾ ഇത് കണ്ടോ, എത്ര പ്രാധാന്യമുള്ളതാണ്. അവരെത്ര വലിയ ശ്രേഷ്ഠ ജാതിയാണല്ലേ. ഇതൊരു വലിയൊരു പ്രിവിലേജാണ് അവർക്ക് ലഭിച്ചത്. ഈ ന്യായപ്രമാണം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അത് വലിയൊരു പ്രിവിലേജ് തന്നെയായിരുന്നു. അതിലെ കാര്യങ്ങളൊന്നും മറന്നു പോകരുത് എന്നാണ് ദൈവം പറയുന്നത്. അവർ കണ്ണാലെ കണ്ട അത്ഭുത പ്രവൃത്തികൾ, ഫറവോൻ്റെ അടുത്ത് നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ബാധകൾ, ചെങ്കടൽ കടന്നത്, മാറായിലെ അനുഭവം, രഫീദീം, ഇവ ഒക്കെയും മറന്നു പോകാതെ സൂക്ഷിക്കാനാണ് ഇവ ദൈവം എഴുതി അവരെ ഏൽപ്പിക്കുന്നത്. ദൈവം ചെയ്ത ഈ അത്ഭുത കാര്യങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി ഓർത്തവന് നന്ദിയും മഹത്വം അർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇന്നും നമ്മൾ ചെയ്യേണ്ട കാര്യം. ദൈവം ചെയ്യുന്ന നന്മകൾക്ക് അവനെ വീണ്ടും വീണ്ടും സ്തോത്രം ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പല പ്രാവശ്യം ബൈബിളിനകത്ത് റിപ്പീറ്റഡായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പ്രാധാന്യം വളരെ വലുതായതുകൊണ്ടാണ് അത് റിപ്പീറ്റഡായിട്ട് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ എന്തിനാണ് 4 സുവിശേഷങ്ങൾ, ഏകദേശം ഒരുപോലൊക്കെ തന്നെയുള്ള 4 സുവിശേഷങ്ങൾ തന്നിരിക്കുന്നത്? അത് മറന്നു പോകരുതെന്നും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ദൈവം തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം റിപ്പീറ്റഡായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണല്ലോ. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം, ഇതൊക്കെയും പുസ്തകങ്ങളും ദൈവം നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. വീണ്ടും ഗലാത്യർ 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പോൾ എന്തിനാണ് ന്യായപ്രമാണം? ക്രിസ്തുവിലേക്ക് നടത്തുവാൻ. ആ ന്യായപ്രമാണം മുഴുവൻ ഒരുവന് രക്ഷയുടെ അനുഭവത്തിലേക്ക് യേശുക്രിസ്തുവിൽ എത്തിച്ചേരുകയില്ല. ന്യായപ്രമാണം ക്രിസ്തു വരുവോളം നമുക്കൊരു ബേബി സിറ്ററിനെ പോലെ മനുഷ്യർക്ക് ദൈവം നൽകിയതാണ് ന്യായപ്രമാണം. ക്രിസ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെയാണ്. വേദപുസ്തകത്തിനെ കണ്ണാടിയായിട്ട് നമ്മൾ പല ഭാഗത്തും കാണുന്നുണ്ടല്ലോ, ഉപമിച്ചിട്ടുണ്ടല്ലോ. കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ കുറവുകൾ കാണിച്ചു തരും. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും അഴുക്കോ വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. എന്നാൽ ആ കണ്ണാടി നമ്മൾ ശരിയാക്കി തരികയില്ല. കണ്ണാടി നോക്കിയാൽ മുഖത്ത് അഴുക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരും, എന്നാൽ അഴുക്ക് വൃത്തിയാക്കി തരുമോ? അപ്പോൾ നമ്മുടെ പാപങ്ങൾ, നമ്മൾ വചനം വായിക്കുമ്പോൾ, പഴയ നിയമം വായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ നമുക്കത് മനസ്സിലാക്കി തരും. എന്നാൽ അത് ആര് നന്നാക്കി തരും? അത് വൃത്തിയാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് നന്നാക്കണമെങ്കിൽ അതിനാണ് യേശു വന്നത്.
അതുകൊണ്ടാണ് കണ്ണാടിയോട് ഉപമിച്ചിരിക്കുന്നത്. റോമർ 8:2 നമ്മൾ വായിക്കുന്നു, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രമാണമുണ്ട്, അതാണ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. കണ്ണാടി കാണിച്ചു തരുന്നത് ജഡത്തിൻ്റെ കുഴപ്പങ്ങളാണ്, ആത്മാവിൻ്റെ കാര്യങ്ങളല്ല. റോമർ 5:20 പറയുന്നുണ്ട്, ലംഘനം പെരുകേണ്ടതിന്. റോമർ 5:20 ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. റോമർ 3:20 അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിൻ്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല. പാപത്തിൻ്റെ പരിഹാരമല്ല, പരിജ്ഞാനമാണ് ഉണ്ടാകുന്നത്. യു ഗെറ്റ് ദ നോളജ് ഓഫ് സിൻ, നോട്ട് റെമഡി ഓഫ് സിൻ. അതായത് മോഹിക്കരുത്, മോഷ്ടിക്കരുത്, ഇതൊക്കെ നമ്മൾ അങ്ങനെ ഒരു കൽപ്പന തന്നതുകൊണ്ടാണ്, ഇത് അറിയുമ്പോഴാണെന്ന് ഇത് പാപമാണെന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഒരു പ്രമാണം വേണം, എങ്കിലേ പാപബോധം ഉണ്ടായെങ്കിലേ കുറ്റസമ്മതം നടത്തുകയുള്ളൂ. അതിനകത്ത് നിയമത്തിൽ പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യരുതാത്ത കാര്യങ്ങൾ, അതൊക്കെ അപ്പോഴാണ് നമുക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാകുന്നത്. പുറപ്പാട് 25 മുതൽ 40 വരെ വായിക്കുമ്പോഴാണ് നമുക്ക് സമാഗമന കൂടാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്നത്. വീണ്ടും നമുക്ക് പുറപ്പാട് 25 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കാം. 25 8ഉം 9ഉം. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ദൈവം മോശയോട് പറയുന്നതാണ്. ദൈവം ഇപ്പോൾ അവരുടെ കൂടെ വന്ന് വസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ മരുഭൂമി യാത്രയിൽ എപ്പോഴും സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിനാണ് സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ പറഞ്ഞത്. അത് മോശയോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണമെന്ന്. നേരത്തെ ദൈവം നേതാക്കന്മാരോട് സംസാരിച്ച് കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. പിന്നെ എഴുതപ്പെട്ട നിയമം അവർക്ക് നൽകിയാണ്. ബൈബിൾ എഴുതുവാൻ ഉദ്ഘാടനം ചെയ്തത് തന്നെ ദൈവമാണ്. ദൈവത്തിൻ്റെ സ്വന്തം വിരൽ കൊണ്ട് കൽപ്പലകയിൽ എഴുതി കൊടുത്ത 10 കൽപ്പനകളാണ് ബൈബിളിൻ്റെ ആദ്യത്തെ തുടക്കം. ഉദ്ഘാടനം തന്നെ അതായിരുന്നു, എഴുതപ്പെട്ട വചനത്തിൻ്റെ. പുറപ്പാട് 31:18 നമ്മൾ വായിക്കുന്നു, അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകളായ സാക്ഷ്യപ്പലകകൾ 2 അവൻ്റെ പക്കൽ കൊടുത്തു. അപ്പോൾ തന്നെ ഓർക്കണം, അതിൻ്റെ ദൈവവചനത്തിൻ്റെ ആരംഭവടിയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ദൈവവചനവും ബാക്കി വരുന്നു. അത് മുഴുവനും എത്ര പ്രധാനപ്പെട്ടതാണ്, ദൈവത്താൽ നൽകപ്പെട്ടവയല്ലേ. പിന്നെ പുറപ്പാട് 25 മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം മോശയെ വിളിച്ചിട്ട് സമാഗമന കൂടാരം ഉണ്ടാക്കാനുള്ള മാതൃക കാണിച്ചു കൊടുത്തു. എല്ലാ അളവുകളും, ആകൃതി, അതിൻ്റെ പാറ്റേൺ എല്ലാം ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങൾ ദൈവം ഇങ്ങനെ മോശയോട് ഇതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ ജനത്തിൻ്റെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്, ആ കാര്യങ്ങളാണ്. അവർ വിഗ്രഹമുണ്ടാക്കി ദൈവം എന്ന് പറഞ്ഞ് ആരാധിച്ചു. അതുകൊണ്ട് സമാഗമന കൂടാരത്തിൻ്റെ പണി പിന്നെയും താമസിച്ചു പോയി. അതുകൊണ്ടാണ് വീണ്ടും കുറച്ച് അധ്യായങ്ങൾക്ക് ശേഷമാണ് സമാഗമന കൂടാരം ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ എങ്ങനെ തടസ്സപ്പെടുത്തണം എന്നാണ് തടസ്സപ്പെടുത്താനാണ് പിശാച് തന്ത്രപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും തടസ്സപ്പെടുത്താൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പുറപ്പാട് 40 നമ്മൾ കാണുന്നത് മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ദൈവം പറഞ്ഞു, ഞാൻ പറയുന്ന മാതൃകയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യണം. അതാണ് അനുസരണമാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 40 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മോശ ഇവിടെ ദൈവം നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മോശ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 40:16 ഇങ്ങനെ വായിക്കുന്നു, മോശെ അങ്ങനെ ചെയ്തു, യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവൻ ചെയ്തു. 18 അന്താഴം ചെലുത്തുകയും തൂൺ നടുകയും ചെയ്തു. അവൻ മരുഭൂമിയിൽ തിരുനിവാസത്തിന്മേൽ വിരിച്ച് അതിന്മേൽ മൂടുവിരിയുടെ പുറംമൂടിയും വിരിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ സാക്ഷ്യമെടുത്തു പെട്ടകത്തിൽ വെച്ചു. പെട്ടകത്തിൽ എന്തൊക്കെ വയ്ക്കണം എന്നൊക്കെയും ദൈവം മോശയോട് കൽപ്പിച്ചിരുന്നു. സമാഗമന കൂടാരത്തിൽ പെട്ടകം വയ്ക്കണം. അതിനകത്ത് 3 കാര്യങ്ങൾ വെക്കാനാണ് ദൈവം ആവശ്യപ്പെട്ടത്. ഒന്ന്,
ദൈവം തന്നെ കൈകൊണ്ട് എഴുതി കൊടുത്ത 2 കൽപ്പലകകൾ. ഒന്ന് അത് നിയമത്തിൻ്റെ പലക, അതിൻ്റെ പ്രാധാന്യം, അത് അതിവിശുദ്ധ സ്ഥലം ഉണ്ടാക്കിയിട്ട് അതിനകത്താണല്ലോ ദൈവം ഇത് കൽപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന കൃപാസനം, കൃപയുടെ ഇരിപ്പിടം അവിടെയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, കൽപ്പലകകൾ, നിയമത്തിൻ്റെ കൽപ്പലകകൾ, അഹരോൻ്റെ തളിർത്ത വടി, ഇതെല്ലാം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിന് തന്നെ അതിൻ്റെ പ്രാധാന്യം ആണ്. ദൈവം അവിടേക്കാണ് ഇറങ്ങി വരികയും സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ മോശയും മനുഷ്യനും ദൈവവും തമ്മിൽ ബന്ധിക്കുകയും അവർ തമ്മിൽ മീറ്റിംഗ് നടത്തുകയും ചെയ്ത ഒരു കൂടാരമാണ് സമാഗമന കൂടാരം. അങ്ങനെ മോശ വീണ്ടും 40-27 വായിക്കുന്നത്, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ കൃപാസനം വെച്ചു. പെട്ടകത്തിൻ്റെ എല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്തു. വീണ്ടും 23-ാം വാക്യത്തിലുണ്ട്, അതിന്മേൽ യഹോവയുടെ സന്നിധിയിൽ അപ്പം അടുക്കി വെച്ചു, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 25-ാം വാക്യത്തിലും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അങ്ങനെ മോശയുടെ അനുസരണം ഈ 8-ാം അധ്യായത്തിനകത്ത് 40-ാം അധ്യായത്തിനകത്ത് 8 പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്രകാരം സമാഗമന കൂടാരത്തിൻ്റെ പണികളെക്കുറിച്ചൊക്കെയും നമുക്ക് വായിക്കുവാൻ, ഈ പുറപ്പാട് പുസ്തകം മുഴുവനും നമ്മൾ വായിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സമാഗമന കൂടാരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയാൻ വേണ്ടി 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ഇതോടൊപ്പം വായിക്കുകയും തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.